ഇതാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നെത്തോലി മുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നെത്തോലി എടുത്ത് കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്നു. ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ. ഒരു 2 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കടുക് ഇട്ട് കൊടുക്കും. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യും. പൊട്ടി വരുന്നുണ്ട്. അതിൽ കറിവേപ്പിലയും ഇഞ്ചി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞതും ചുവന്നുള്ളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കും. നല്ലപോലെ വഴറ്റി കൊടുക്കും. വഴന്ന് കിട്ടുന്നതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കും. ഇത് നല്ലപോലെ വഴറ്റി എടുക്കണം. മൂത്ത് വന്നതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കും. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയുമാണ് പൊടികൾ ചേർക്കുന്നത്. നല്ലവണ്ണം ഇളക്കി കൊടുക്കും. ഇഞ്ചിയും സവാളയും കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളിയും എല്ലാം നല്ലപോലെ പൊടിയിൽ കിടന്ന് നല്ലപോലെ വറുത്തെടുക്കും. അതിനുശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിയാനിട്ടിരുന്നു. അതൊന്ന് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കും. നല്ലപോലെ ഇളക്കി കൊടുക്കും. ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളപ്പിക്കുക. ഇച്ചിരി കുറവാണ്. ആ ഉള്ളി വഴറ്റുമ്പോൾ മാത്രമാണ് ഞാൻ ഇട്ടത്. കുറച്ചുകൂടെ ഇട്ട് കൊടുക്കും. ഉപ്പധികം കൂട്ടിക്കൂടാത്തതുകൊണ്ടാണ് വളരെ കുറവിടുന്നത്. BP ഒക്കെ ഉള്ളവർക്ക് ഉപ്പധികം കൂട്ടിക്കൂടല്ലോ, അതുകൊണ്ടാണ് കുറച്ചിടുന്നത്. പുളിയുടെ കുറവ് ഇച്ചിരി ഉണ്ട്, അത് ഇച്ചിരി പുളിയും കൂടി ഇടേണ്ടതാണ്. കറി നല്ലവണ്ണം തിളപ്പിക്കും. തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കും. നല്ല രുചിയുള്ള പുളിമുളകാണിത്. പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാനുള്ളൂ. മല്ലിപ്പൊടി കൂടുതലിട്ടാൽ കറി ചീത്തായി പോകും. അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി കുറവിട്ടത്. ഇത് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് കുറച്ചധികം. മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇച്ചിരി ഇട്ട്. രുചി ഉണ്ട്. രുചിയുള്ള നെത്തോലിയാണ് ഞാൻ ഇടുന്നത്. കറി തിളച്ച് വരുമ്പോൾ കഴുകി വച്ചിരിക്കുന്ന നെത്തോലി ഇട്ട് കൊടുക്കും. നെത്തോലിക്ക് വേവ് കുറവായതുകൊണ്ട് 2 മിനിറ്റിൽ അടുപ്പ് ഓഫ് ചെയ്യാവുന്നതാണ്. കറി നല്ല തിളച്ച് വരുന്നുണ്ട്. തീ കുറച്ചതിന് ശേഷം നെത്തോലി ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് വേവുന്നതിന് വേണ്ടി അടച്ച് വെക്കാം. നല്ല കുറുകിയ ചാറോടുകൂടിയ നെത്തോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് അണയ്ക്കുകയാണ്.
അടുപ്പ് അണച്ചതിന് ശേഷവും കറി നല്ല തിളക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി വറ്റും. ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്തും എല്ലാം കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.